Welcome back to Bosco Campus Vision, YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Managerial Economics, which is a co-paper for Semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 39th lecture of the series. In this lecture, we are discussing about imperfect competition. Imperfectly competitive markets may be classified as monopoly, monopolistic competition, oligopoly, and duopoly. Imperfect competition is between the extremes of monopoly and perfect competition. Perfect competitionും മോണോപ്പൊളിയും തമ്മിലുള്ള എക്സ്ട്രീംസ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി ആൻഡ് ഡ്യുവോപ്പൊളി. എ മോണോപ്പൊളി ഫേം ഈസ് വൺ ദാറ്റ് പ്രൊഡ്യൂസസ് ദ എൻറ്റയർ മാർക്കറ്റ് സപ്ലൈ ഓഫ് എ പർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് സർവീസസ്. മോണോപ്പൊളി എന്ന് പറയുന്നത് ഒരു ഫേം മാത്രമായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫേം എന്ന് പറയുന്നത്. എൻറ്റയർ മാർക്കറ്റ് സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത് ആ ഫേം തന്നെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഫേംസിനെ നമുക്ക് മോണോപ്പൊളി എന്ന് പറയാം. എക്സാമ്പിൾ, റെയിൽവേസ്. സെക്കൻഡ് വൺ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. Monopolistic competition, many firms supply essentially the same product but each has brand loyalty. Monopolistic competitionൽ ഒരുപാട് ഫേംസ് സെയിം പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. തേർഡ് വൺ, ഒലിഗോപ്പൊളി. എ ഫ്യൂ ലാർജ് ഫേംസ് സപ്ലൈ all or most of a particular product. Example, petrol, banks, supermarket chains, etc. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഫ്യൂ ഓർ മോർ ലാർജ് ഫേംസ് ആണ് എങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെ നമുക്ക് ഒലിഗോപ്പൊളി എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡ്യുവോപ്പൊളി. only two firms supply a particular product. Example, Vodafone and Telecom. രണ്ട് ഫേംസ് ചേർന്നുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡ്യുവോപ്പൊളി എന്ന് പറയുന്നത്. രണ്ട് ഫേംസ് മാത്രമേ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ ലോറി എന്ന് പറയുന്ന വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അശോക് ലേലാൻഡ്സും ഉണ്ട്, ടാറ്റ മോട്ടോഴ്സും ഉണ്ട്. Then let us discuss monopoly in detail. Monopoly refers to the market situation where there is one seller and there is no close substitute to the commodities sold by the seller. The seller has full control over the supply of that commodity. മോണോപ്പൊളി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ only one സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ സെല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കമ്മോഡിറ്റിക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള കമ്മോഡിറ്റീസ് വേറെ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ കൺട്രോളും ആ സെല്ലർക്ക് തന്നെ ആയിരിക്കും. എക്സാമ്പിളിൽ നമുക്ക് റെയിൽവേ എടുക്കാം. സിൻസ് ദർ ഈസ് ഓൺലി വൺ സെല്ലർ, സോ എ മോണോപ്പൊളി ഫേം ആൻഡ് ആൻ ഇൻഡസ്ട്രി ആർ ദ സെയിം. ഒരു സെല്ലർ മാത്രമേ മോണോപ്പൊളിയിലുള്ളൂ, അതുകൊണ്ട് തന്നെ ആ മോണോപ്പൊളി ഫേം തന്നെയാണ് ഇൻഡസ്ട്രി ആയിട്ടും പറയുന്നത്. Monopoly is a form of market structure where there is a single seller producing a commodity having no close substitute. മോണോപ്പൊളി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയാണ്. അതിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. The word monopoly is derived from two Greek words, mono and poly. Mono means single and poly means seller. Thus monopoly means single seller. മോണോപ്പൊളി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള മോണോ, പൊളി എന്ന് പറയുന്ന രണ്ട് വേർഡ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നതാണ്. മോണോയുടെ മീനിങ് സിംഗിൾ എന്നും പൊളിയുടെ മീനിങ് സെല്ലർ എന്നുമാണ്. അതുകൊണ്ട് തന്നെ മോണോപ്പൊളി മീനിങ് സിംഗിൾ സെല്ലർ. ദെൻ ലുക്ക് അറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളി. ഫസ്റ്റ് വൺ, സിംഗിൾ സെല്ലർ ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. Under monopoly, there is one seller and therefore a firm faces no competition from other firms. Though there are large number of buyers, no single buyer can influence the monopoly price by his action.
ഒരു സെല്ലറും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉള്ള മാർക്കറ്റാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. അവിടെ ഒരു സെല്ലർ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ഫേംസിൽ നിന്നും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിംഗിൾ ബയറിൻ്റെ ഇൻഫ്ലുവൻസ് മോണോപ്പൊളിയുടെ പ്രൈസിനെ ചേഞ്ച് ചെയ്യിക്കുന്നില്ല. സെക്കൻഡ് ഫീച്ചർ, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. Under monopoly, there is no close substitute for the product sold by the monopolist. According to Professor Balding, a pure monopolist is therefore a firm producing a product which has no substitute among the products of any other firms. മോണോപ്പൊളി മാർക്കറ്റിൽ സെല്ലർ കൊടുക്കുന്ന പ്രോഡക്ട്സിന് സിമിലർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ കണ്ടെത്താൻ സാധിക്കില്ല. സോ ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ that product sold by the monopoly firm. Third one, restriction on the entry of new firms. Under monopoly, new firms cannot enter the industry. മോണോപ്പൊളിയിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പുതിയ ഫേംസിനൊന്നും മോണോപ്പൊളി മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ പുതിയ ഫേംസിന് എൻട്രി ചെയ്യാൻ സാധിക്കില്ല. So, monopoly restricted on the entry of new firms. Next feature, price maker. A monopoly firm has full control over the supply of its product and hence it has full control over its price also. A monopoly firm can influence the market price by varying its supply. For example, it can make the price of its product by supplying less of it. മോണോപ്പൊളിയിൽ പ്രൈസ് മേക്കറാണ് മോണോപ്പൊളി ഫേം എന്ന് പറയുന്നത്. മോണോപ്പൊളി ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ കൺട്രോളും അതിൻ്റെ സപ്ലൈയിലുള്ള കൺട്രോളും മുഴുവനും ആ മോണോപ്പൊളി ഫേമിന് തന്നെയായിരിക്കും. കൂടാതെ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ ഫുൾ കൺട്രോളും മോണോപ്പൊളി ഫേമിന് തന്നെ ആയിരിക്കും. സപ്ലൈയിൽ വേരിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് മാർക്കറ്റ് പ്രൈസിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ മോണോപ്പൊളി ഫേമിന് സാധിക്കും. എക്സാമ്പിൾ, പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ വേരിയേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി സപ്ലൈ കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മോണോപ്പൊളി ഫേമിന് സാധിക്കുന്നത് കൊണ്ട് തന്നെ മോണോപ്പൊളി എന്ന് പറയുന്നത് ഒരു പ്രൈസ് മേക്കറാണ്. അവർക്ക് സ്വന്തമായിട്ട് പ്രൈസ് നിശ്ചയിക്കാം. ദെൻ പോസിബിലിറ്റി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Price discrimination is defined as that market situation where a single seller sells the same commodity at two different prices in two different markets at the same time, depending upon the elasticity of demand on the two goods in their respective market. Price discrimination ഉള്ള ഒരു പോസിബിലിറ്റി മോണോപ്പൊളിയിലുണ്ട്. സെയിം പ്രോഡക്റ്റ് സെയിം മാർക്കറ്റിൽ ഡിഫറെൻ്റ് ബയേഴ്സിന് ഡിഫറെൻ്റ് പ്രൈസിൽ കൊടുക്കുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ എക്സാമ്പിൾ റെയിൽവേ ആയിരുന്നു മോണോപ്പൊളിയിൽ പറഞ്ഞത്. അപ്പോൾ റെയിൽവേ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി, ആ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സർവീസ്, ട്രാവലിംഗ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് എല്ലാ ആൾക്കാർക്കും ഒരേപോലെയല്ല പ്രൈസ് ചാർജ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസണിന് പ്രൈസ് കുറവായിരിക്കും, അതുപോലെ തന്നെ ചൈൽഡിന് പ്രൈസ് കുറവായിരിക്കും. പക്ഷേ ഇവരെല്ലാം എൻജോയ് ചെയ്യുന്നത് ഒരേപോലത്തെ സർവീസുകളാണ്. ഒരേ മാർക്കറ്റിൽ ഒരേപോലത്തെ സർവീസ് ഡിഫറെൻറ്റ് പ്രൈസിൽ ഡിഫറെൻറ്റ് പേഴ്സൺസിന് കൊടുക്കുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Price discrimination occurs when a business charges a different price to different group of consumers for the same goods or services for the reason not associated with cost. സെയിം ഗുഡ്സോ സർവീസ് തന്നെ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അത് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റുമായിട്ടുള്ള ഒരു റീസൺ കൊണ്ടൊന്നും അല്ല ആ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത്. These are the features of monopoly. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.